ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ്, നിങ്ങളുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് മോഡ് എക്സാം വരാനിരിക്കുകയാണ്. നിങ്ങൾ ആരും ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാനുള്ള പ്ലാൻ പറഞ്ഞുതരാം, എന്ത് പഠിക്കണം എന്ന് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം, എൻ്റെ എവിടെ ക്ലാസ് എന്ത് കിട്ടുന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ഫസ്റ്റ് തന്നെ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. 7 o'clock ലൈവ് ഉണ്ട്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ആദ്യം വരിക, അപ്പോൾ തന്നെ നിങ്ങൾ ഫുൾ സെറ്റാവും. ഓക്കെ, പക്ഷേ അതിന് മുമ്പ് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് A+ ഇപ്പോൾ നമ്മൾ സെക്യൂർ ചെയ്യുന്നു. ഓക്കെ, ഇംഗ്ലീഷ് സിമ്പിളായിരിക്കും. നിങ്ങളൊന്ന് പഠിച്ചോ, ഒന്ന് ശ്രമിച്ചാൽ സിമ്പിളായിട്ട് ഫസ്റ്റ് A+ നിങ്ങൾക്ക് ഉറപ്പിക്കാം. മോഡൽ എക്സാമിന് തന്നെ ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യാൻ നിങ്ങൾക്കത് ഫുൾ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഉറപ്പാണ്. ഐ ഗ്യാരണ്ടി യു. അപ്പോൾ കോൺഫിഡൻസ് റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ റെഡി ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വായിക്കണ്ട, ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ഒരു ചാപ്റ്ററിൽ എന്ത് നടന്നു, ആരൊക്കെ ക്യാരക്ടേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എവിടെന്നെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ഗ്രാമറിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അറിയുമെങ്കിൽ തന്നെ നിങ്ങളോ ഇത് വായിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് ഹാഡാണ്, വിഡാണ്, വുഡാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ ഇടയിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ സമ്മറിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അത് വായിച്ചൊന്ന് പോയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, നിങ്ങളിതിപ്പോൾ മോഡൽ എക്സാം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് പോവുക, പെട്ടെന്ന് വായിച്ചാൽ മതി, ഓടിച്ച് വായിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് 2-3 ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുക, മറ്റേ ആൾ കേട്ടിരിക്കുക, പെട്ടെന്ന് വായിച്ച് പോകും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ലൈവിൽ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് മുൻപ് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ, കാരണം എല്ലാവരും ലൈവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. എപ്പോഴും 1 മണിക്കൂറോ അടുത്ത ദിവസമൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ എന്താണ്, ഞാൻ നോട്ട്സ് ഓൾറെഡി അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് തലേ ദിവസത്തെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോട്ട്സ് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ നോട്ട്സും കിട്ടും. ഓക്കെ, പിന്നെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം, എല്ലാ ചാപ്റ്ററും പഠിക്കണം. ഓക്കെ, എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ച് തരും, ഡോണ്ട് വറി. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രസിസ് എന്ന് പറഞ്ഞ സാധനം, ഇത് പ്രസി എന്നാണ് പറയുക. ഈ പ്രസി എന്നൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് അന്തം വിട്ട് പേടിച്ചു വേണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വർഷം നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് വന്നാലും നമ്മൾ റെഡിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കണ്ടാൽ മനസ്സിലാവും. 90% കഴിഞ്ഞ വർഷം ഈ വർഷം സെയിം ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓർഡർ മാറ്റും, പക്ഷേ വെയിറ്റേജ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യം തന്നെ ചാപ്റ്റർ ബേസ്, നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചാപ്റ്ററിൽ നിന്നും പോയെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇത് ആര് പറഞ്ഞു, ഇത് എന്ത് പറഞ്ഞു, എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻ ഒക്കെ വരും. പിന്നെ Q&A ഫ്രം ചാപ്റ്റേഴ്സ് ആൻഡ് പോയംസ് വേറെ 6 മാർക്കിൻ്റെ ഒരെണ്ണം വരും. ഓക്കെ, നിങ്ങൾക്ക് പഠിച്ചൊരു ചാപ്റ്ററിൻ്റെ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഇത് ചാപ്റ്റർ ആണെന്നും കൂടി, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളറായി. ഗ്രാമറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വരുന്നത് മക്കളെ? 6 മാർക്സിൻ്റെ ഗ്രാമർ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓവർ ഗ്രാമറിനെ വെച്ച് ടെൻഷൻ അടിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, A+ മേടിക്കുന്ന സ്റ്റുഡൻ്റാണ് ഗ്രാമർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഗ്രാമറിനോർത്ത് ഓവർ ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മാർക്ക് കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഗ്രാമർ ഷുഡ് ബി എ ലാസ്റ്റ് പ്രയോറിറ്റി, പക്ഷേ പഠിക്കണം, ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. റൈറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ 16, 20, 30 എത്രയാണ്, 56 + 24 എത്ര വരെ മക്കളെ? നമുക്ക് എനിക്ക് തോന്നുന്നത് 80 മാർക്സ് ഏകദേശം. ഇത് ടോട്ടൽ ആയിട്ട് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും കൂടി കൂട്ടിയിട്ട് 80 മാർക്സ് ഏകദേശം. ഓക്കെ, 80 മാർക്സ് ഏകദേശം റൈറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അത് പ്യോർലി റൈറ്റിംഗ് അല്ല. ഇവിടെ നോക്കിയേ, ഇമെയിൽ ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ നോക്കിയേ, കോൺവെർസേഷൻ, ഓക്കെ, റൈറ്റപ്പ്, നറേഷൻ, ഇതൊക്കെ കൂടുതൽ എന്താണ്, ചിലപ്പം നിങ്ങളുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം 80 മാർക്ക് സാർ റൈറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ടല്ലോ എന്ന് പറയരുത്. നിങ്ങളുടെ ലെറ്റർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഓരോ ഡിസ്കോഴ്സ് ആയിക്കോട്ടെ, ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നൊരു ബന്ധം ഉണ്ടാവും. ഈ ക്യാരക്ടറും ഈ ക്യാരക്ടർ തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്ത് ഈ കഥയിൽ അയാൾ ചെയ്ത കാര്യത്തിനെ പറ്റിയത് അതുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റർ കുറച്ചെങ്കിലും അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 80 മാർക്ക് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ആൻഡ് ചാപ്റ്റർ ബേസ്ഡ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് പറയണം. പ്രസി എന്താണെന്ന് അറിയുന്നവർ എന്താണ് സിമ്പിൾ വാക്കിലൊന്ന് കമൻറ്റ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രസി. ഓക്കെ, പിന്നെ ഇമെയിൽ പഠിക്കണം, ലെറ്റർ റൈറ്റിംഗ് അറിയാം, ഇൻ്റർവ്യൂ, ഡൂ ആൻഡ് ഡോൺസ് എന്നൊക്കെ പറഞ്ഞാൽ, ഡൂസ് ആൻഡ് ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുന്ന ലിസ്റ്റായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കമൻറ്റ് ഓൺ ദ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ മതി. റൈറ്റപ്പ്, കോൺവെർസേഷൻ, ന്യൂസ് റിപ്പോർട്ട്, ബ്ലാബ്ലി, ബ്ലൂ 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 ബ്ലൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇതൊക്കെ നിങ്ങൾ എല്ലാ SLCയിൽ 9ാം ക്ലാസ്സിലൊക്കെ കണ്ട് ശീലിച്ച സംഭവം തന്നെയാണ്. കുറച്ചുകൂടി മാർക്ക് കൂടിയെന്നുള്ളൂ, കുറച്ചുകൂടി ഡെപ്ത് കൂട്ടണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പ്രൊഫൈൽ, ആർട്ടിക്കൽ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. ഓക്കെ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കുക, അതാണ് പോയം അപ്രീസിയേഷൻ. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചൊരു പോയം പോലെ തന്നെ ഒരു പോയം, വേറെ നിങ്ങൾ ഇന്നേ വരെ കാണാത്തൊരു പോയം തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറയും. അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളാണ്. പോയം അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ച പോയത്തിനെ പറ്റി കുറേ ബൈഹാർട്ടൊക്കെ ചെയ്ത് പോകണം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയറ്റിക് ഡിവൈസ് അറിയെങ്കിൽ, ഇപ്പോൾ റൈം സ്കീം, ഇമേജറി, മെറ്റഫർ, സിമിലി, ഇപ്പോൾ എന്താണ് അലിട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല, ഈ 5-6 കാര്യങ്ങൾ അറിയെങ്കിൽ അതങ്ങ് എടുത്ത് കാച്ചുക.
അവിടെ കാണുന്നതനുസരിച്ച്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ടീമും എന്താണ് ആ ടോണിനെ പറ്റിയൊക്കെ എഴുതി വെച്ചാൽ കഴിഞ്ഞു. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ മൊത്തം ഞാൻ പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചവർക്കും മോഡൽ എക്സാമിന് മുൻപ് തന്നെ അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫെബ്രുവരി 15 7 PM നിങ്ങൾ എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുന്നു, വൈകുന്നേരം 7 PM എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ സമ്മറിയും ക്യാരക്ടേഴ്സും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. കാരണം ഈ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്താലേ നമുക്ക് നാളെ നിങ്ങൾക്ക് റൈറ്റിംഗ് ഡിസ്കോഴ്സ് മൊത്തം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് ചാപ്റ്റേഴ്സ് മൊത്തം പഠിച്ചെടുക്കുന്ന 7 മണിക്ക് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഓക്കെ, ആ ലൈവിന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് വയ്ക്കുക, എന്താണെങ്കിലും വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൾ പോയംസ് എന്നുള്ളത് നമ്മൾ ഈ പ്രാവശ്യം മോഡൽ എക്സാം നിങ്ങൾക്കറിയാം, നമുക്ക് ലാംഗ്വേജും കൂടെയുള്ള സമയമില്ല. ഓക്കെ, നമുക്ക് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ അലൻ സാറിൻ്റെ അലക്സ് സാറിൻ്റെ തന്നെ അടിപൊളി ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നു. അപ്പോൾ നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, നാളെ 16-ാം തീയതി രാവിലെ നിങ്ങളുടെ പറ്റുന്ന സമയം നോക്കിയിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് പോവാം. ഓക്കെ, ഓടിച്ച് പോവുക. മനസ്സിലാക്കേണ്ട പോയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, പോയം പഠിച്ചിരിക്കണം. 1-2 ക്വസ്റ്റ്യൻ തവണ ഇവിടെ വരും, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ബേസ്ഡും വരും, അതേപോലെ പോയെന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് വേഗം ഒന്ന് പഠിച്ചു പോകും. അപ്പോൾ നിങ്ങൾ തന്നെ ഓടിച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ് പേടിക്കേണ്ട. ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയതിന് ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഒന്നും പേടിക്കണം. ഓക്കെ, മോഡൽ എക്സാം നമുക്ക് സമയം കുറവായതുകൊണ്ട് മാത്രമാണ് മക്കളെ. അപ്പോൾ ഇത് പോയിട്ട് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കാണണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, കാണാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ അത് കാണുക. അത് നിങ്ങൾ ഇഷ്ടമുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ കാണുക, ഓടിച്ച് കണ്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയംസ് ഒക്കെ ഓടിച്ചൊക്കെ ആദ്യം പഠിച്ചൊക്കെ പോയംസ് ആണ്, സ്കിപ്പ് അടിച്ചോ. പുതിയ പോയംസ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി റൈറ്റിംഗ് ആൻഡ് ഡിസ്കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം, ഓക്കെ, നാളെ വൈകുന്നേരം 7 PM റൈറ്റിംഗ് ഡിസ്കോഴ്സും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് ഫോർമാറ്റ്സ് എല്ലാം പഠിപ്പിച്ചിട്ടും. ആൻഡ് മറ്റന്നാൾ രാവിലെ നമ്മൾ എന്താണ് മോർണിംഗ് ബൂസ്റ്ററായിട്ട് നമ്മൾ ഗ്രാമർ ആൻഡ് ഫൈനൽ റിവിഷനാണ് ചെയ്യുന്നത്. ഗ്രാമറും അതേപോലെ പേപ്പറിൻ്റെ വേഗം ഓടിച്ച് പോകുന്ന ഒരു റിവിഷനാണ് ചെയ്യുന്നത്. ഗ്രാമർ വളരെ കുറച്ച് മാർക്കായിട്ട് രാവിലെ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനൽ റിവിഷനും കൂടി. ഓക്കെ, അത് 5 മണി രാവിലെ ആയിരിക്കും, മറക്കരുത്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഇംഗ്ലീഷ് എക്സാം എഴുതുക, തകർക്കുക, തിരിച്ചു വരിക. ഓക്കെ, ഇത്രയുള്ള നിങ്ങളുടെ ഡ്യൂട്ടി. അടിപൊളിയായിട്ട് ചെയ്യുക. പോയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വരെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് നമ്മുടെ +1 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ, മോഡൽ എക്സാം ഇതാ എത്തി. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നിങ്ങളുടെ സയൻസ് സബ്ജക്ട്സും ടഫായ എല്ലാ സബ്ജക്ട്സും വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 ഉജ്വൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 2000 രൂപ ഫീസുള്ള സംഭവം ഇപ്പോൾ 1000 രൂപയായിട്ടുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞുകൊണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ, നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ +2 ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാം. കുറേ കുട്ടികൾ, ഞാൻ വെറുതെ പറയാം, ഓൾറെഡി +2 ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നത്. കാരണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. +1 നിങ്ങൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഓക്കെ, അത് എല്ലാ സ്റ്റുഡൻറ്റിനും പറ്റുന്നതാണ്. SSLC പോലെ എല്ലായിരിക്കും +1 അല്ലേ. നിങ്ങളിപ്പോൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ അല്ലേ. അപ്പം +1 നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഉജ്വൽ ക്രാഷ് കോഴ്സ് എല്ലാം ബെസ്റ്റ് കാര്യങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ക്ലാസ്സസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ തീർക്കാൻ പറ്റും. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, +1 എന്താണെങ്കിലും ഇങ്ങനെ +2 എങ്കിലും ആദ്യം മുതൽ അടിപൊളിയായിട്ട് പഠിച്ചു പോകണം താല്പര്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയണം മക്കളെ, +2 നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ, ഓക്കെ, ഫുൾ ഇയർ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് മാത്രം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഫുൾ ക്ലാസ് ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും. അത് പോരാതെ ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണണമെങ്കിൽ ഫുൾ ക്ലാസ് റെക്കോർഡറായിട്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം ടേബിളിന് വേണ്ടിയിട്ട് ഫുൾ റെക്കോർഡ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കണ്ട് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റും. ഇത് പോരാതെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 ഏരിയയിൽ ഓൾറെഡി ജോയിൻ ചെയ്യാൻ സയൻസ് ബാച്ച് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് സയൻസും കൊമേഴ്സും നീറ്റും JEE ബാച്ചും ഉണ്ട്. ഇഷ്ടമുള്ള ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഉജ്വലിൽ നിങ്ങളുടെ +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുക, PYQ ഉപയോഗിക്കുക, 95% മേലെ കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള കാര്യം പറഞ്ഞത്. ജോയിൻ ചെയ്യാൻ താല്പര്യം താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. +1 മോഡൽ എക്സാം ഇംഗ്ലീഷിന് ഓൾ ദി ബെസ്റ്റ് മക്കളെ. നമുക്ക് ലൈവ് ക്ലാസ്സസിലേക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.